സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം വിജയ് ഒപ്പിട്ട ആദ്യ 3 ഉത്തരവുകൾ വളരെ ആകർഷകമാണ്. ഒന്ന്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീ സുരക്ഷ പ്രത്യേക സേന, രണ്ടാമത് ലഹരിക്കെതിരെ സ്ക്വാഡ്, പിന്നെ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി എന്നീ 3 ഉത്തരവുകളിലാണ് ആദ്യത്തെ ദിവസം തന്നെ ഒപ്പുവെച്ചത്. ഇത് നമ്മുടെ കേരളവുമായി ഒന്ന് ബന്ധപ്പെടുത്തുക. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നുണ്ട്, അതേസമയം സ്ത്രീ സുരക്ഷയുടെ പേരിൽ വന്നിട്ടുള്ള ആ നിയമങ്ങൾ യഥാവിധി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പുരുഷന്മാരെ മുഴുവൻ അകത്താകുന്നു. അത്തരത്തിലൊരു പരാതി വന്നു കഴിഞ്ഞാൽ അത് നിജസ്ഥിതി എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ആ പുരുഷനെ അവന്റെ ഫോട്ടോ സഹിതം വെച്ച് മീഡിയകളിൽ അപമാനിക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. അതാണ് ആദ്യം തടയേണ്ടത്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പുരുഷനെ അപമാനിക്കലല്ല. സ്ത്രീ സംരക്ഷണത്തിന്റെ പേരിൽ പുരുഷനെ അപമാനിക്കലാണ്, അവന്റെ കുടുംബം കുളന്തോണ്ടലാണ്, ആ കുടുംബത്തിലും സ്ത്രീകളുണ്ട് എന്നത് മറന്നുകൊണ്ടുള്ള സ്ത്രീ സുരക്ഷ നടപ്പിലാക്കലാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ടത് തമിഴ്നാട്ടില് അതല്ലാത്ത വിധത്തിൽ ഒരു സ്ത്രീ സുരക്ഷ, ശരിക്കും സ്ത്രീ സുരക്ഷ പുരുഷന്മാരെ അവഹേളിക്കാതെ നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സ്ക്വാഡ്. നമ്മുടെ കേരളത്തില് ലഹരി കടത്തുകാരെന്ന് പറഞ്ഞാൽ വമ്പന്മാര്. അവരെ നമ്മുടെ പോലീസോ അതല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കളോ ആരും തൊട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയും കാലം ഉള്ള ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നത് ആരൊക്കെയാണ് എന്ന്. അതിന്റെ മൊത്തക്കച്ചവടക്കാരൊന്നും പിടിക്കപ്പെടില്ല. കാരണം അവരൊക്കെ ഈ പറയുന്ന പോലീസുകാരുടെയും മറ്റുള്ളവരുടെയും ഭരണകർത്താക്കളും ഒക്കെ വേണ്ടപ്പെട്ടവരാ. ഈ മയക്കുമരുന്ന് ഈ രീതിയിൽ വിതരണം ചെയ്യുന്നതൊക്കെ അവരാ. പേരിന് വേണ്ടി ചെറിയ ചില്ലറ വിതരണം നടത്തുന്ന ആരെങ്കിലുമൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ ലഹരി വേട്ട നടത്തുന്നു എന്ന് പറയുന്നതല്ലാതെ ലഹരിക്കെതിരെയുള്ള ഒരു യഥാർത്ഥ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ നിയമപാലകർക്കും അവരെ സംരക്ഷിക്കുന്നവർക്കും ഇവിടെ ഉത്തരവിറക്കുന്നവർക്കും എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു പരിധിവരെ ഉള്ളവർക്ക് ലഹരി കടത്തുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ലഹരി കടത്തുന്നവരുമായിട്ട് ബന്ധമുണ്ട് എന്നതുകൊണ്ട് ഇനി തമിഴ്നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാകാതെ ശരിക്ക് ലഹരി ഈ സമൂഹത്തിന്റെ ഒരു വിപത്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിൽ സാമൂഹ്യ വിപത്ത് വിതറുന്നവരെ ശരിക്കും ശരിയായ നടപടിയെടുത്ത് തമിഴ്നാടെങ്കിലും മുക്തമാക്കാൻ വിജയന് കഴിയട്ടെ. മൂന്നാമത്തത് 200 യൂണിറ്റ് വൈദ്യുതിയുടെ കഥയാണ്. ഇവിടെ എങ്ങനെ മനുഷ്യനെ കൊള്ളയടിക്കാന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സർക്കാരുകൾ നമുക്ക് ആനുകൂല്യങ്ങൾ തരുമ്പോൾ ഇവിടെ എങ്ങനെ കൊള്ളയടിക്കാന്ന് നോക്കുന്നു. ഒരു കാര്യവുമില്ലാതെ വൈദ്യുതി ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആ വൈദ്യുതി ചാർജ് കൂടുന്നതനുസരിച്ച് ഇവിടെ ശമ്പളം എങ്ങനെ കൂട്ടുന്നു. ഇവിടെ 10ാം ക്ലാസ് തോറ്റവനും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ ആവശ്യത്തിലധികം ജോലിക്കാരാണ്. KCB സംബന്ധിച്ചിടത്തോളം താഴെ തട്ടിലാണ് ഏറ്റവും കൂടുതൽ ജോലിക്കാർ വേണ്ടത്. എന്നാൽ താഴെ തട്ടിൽ വളരെ കുറച്ച് ആൾക്കാർ വെച്ചുകൊണ്ട് മുകളിൽ വെറുതെ കുറെ ഒപ്പിടാൻ വേണ്ടിയിട്ട് വെറും ഒപ്പിടാൻ 1-2 ഒപ്പിടൽ മാത്രമാണ് ഒരു ദിവസത്തെ പണി. എന്നിട്ട് യൂണിയൻ പ്രവർത്തനം നടത്തലാണ് പണി. അങ്ങനെയുള്ള ആയിരക്കണക്കിന് പേരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ വെറുതെ ശമ്പളം എഴുതി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് ഇവിടെ KSEB എന്ന് പറയുന്നത്. ഇവിടുത്തെ സാധാരണക്കാരന് യാതൊരു വിലയുമില്ല. തോന്നുമ്പോൾ ഊരാം, തോന്നുന്ന പോലെ ചെയ്യാം. ഒരു ഗുണവുമില്ലാത്ത ഒരു വകുപ്പ്. സത്യത്തിൽ ഇവിടെ മറ്റ് കമ്പനികൾ കൂടി കടന്നു വരണം. KSEB എന്ന് പറയുന്ന ഒരു വകുപ്പ് മാത്രം ഇവിടെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് കുഴപ്പം. ഈ ഒരു കമ്പനി മാത്രം പോരാ, KSEB ലിമിറ്റഡ് മാത്രം പോരാ. മറ്റേതെങ്കിലും സ്വകാര്യ കമ്പനികളിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റമുണ്ട്. ഇവരാകട്ടെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി അത്തരത്തിലൊരു പരിപാടിയില്ല. ഇവിടെ ആ ചാർജ്, ഈ ചാർജ്, സർചാർജ്, പിന്നെ എന്താണ്, എന്തൊക്കെ ബില്ലെടുത്ത് നോക്കിയ ഫുൾ കോമഡിയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നടമാടുന്ന ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 3 ഉത്തരവുകൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആദ്യമായി ഒപ്പുവെക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഡയലോഗ് അടിക്കാൻ VD സതീശനും രമേശ് ചെന്നിത്തലയും അതേപോലെ KC വേണുഗോപാലും ഒക്കെ പ്രതിപക്ഷത്തുണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാക്കാൻ ഇവരാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും തമിഴ്നാടിന് 3 ഉത്തരവുകൾ ആദ്യം തന്നെ ഒപ്പുവെച്ച വിജയിന് അഭിനന്ദനങ്ങൾ അറിയിക്കുക. എന്തായാലും 200 യൂണിറ്റ് അവിടെ ഇപ്പൊ സൗജന്യമുണ്ട്. സ്ത്രീകൾക്ക് യാത്രാ സൗജന്യമുണ്ട്. എല്ലാ ബസ്സിലും ഇല്ല, സാധാരണ പോകുന്ന യാത്രകൾ. ഇവിടെ കേരളത്തിലും അങ്ങനെ കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. Different angles. Don't forget to subscribe and support this channel.